ഈ ഹസ്തരേഖ ശാസ്ത്രജ്ഞനുണ്ട്, നമ്മുടെ ജ്യോതിഷ കൈനോട്ടമൊക്കെ പറയുന്ന TMR കുട്ടി. TMR കുട്ടി എലൈറ്റിലാണ് താമസിച്ചിരുന്നത്, ഗുരുവായൂർ കിഴക്കേന്നുള്ളതിലുള്ള എലൈറ്റ് ലോഡ്ജ്. അപ്പോൾ സ്ഥിരമായിട്ട് റൂമെടുത്ത് അവിടെ താമസിച്ച് അവിടെ വരുന്ന ആളുകളുടെ ഹസ്തരേഖ നോക്കി ഫലം പറയാറാണ് പതിവ്. പക്ഷേ ദൗർഭാഗ്യവശാൽ 2005 മെയ് 7 ഈ കുട്ടി താമസിക്കുന്ന പ്രൊഫസർ TMR കുട്ടി എന്നാണ് അറിയപ്പെടുന്നത് റൂമിലേക്ക് കുറച്ച് പേര് കയറി വന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ കൈരേഖ നോക്കണം, കൈരേഖ പരിശോധിക്കണം. അപ്പോൾ കുട്ടി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ മുന്നിലിരിക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് വേറെ വന്ന ആൾക്കാർ കുട്ടീനെ ബലമായിട്ട് പിടിച്ച് വായിൽ തുണി കുത്തിത്തിരി കയ്യും കാലൊക്കെ കെട്ടിയിട്ട്, കുട്ടി സാധാരണ ഈ സ്ത്രീകളെക്കാളും ആഭരണത്തോട് ഭ്രമമുള്ള കൂട്ടത്തിലാണ്, ഒരു 69 പവൻ്റെ ആഭരണങ്ങൾ. അപ്പോൾ കുട്ടീൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട് നേരത്തെ, പിന്നെ മോതിരമുണ്ട്, നവരത്ന മോതിരമുണ്ട്, റാഡോ വാച്ചാണ് കെട്ടാറ്, രുദ്രാക്ഷമാലയുണ്ട്, മറ്റ് സ്വർണ്ണാഭരണങ്ങളുണ്ട്. ഇതും ഒരു 15,000 രൂപയും മൊബൈൽ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പിന്നീട് ഇയാൾ റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് പോയത്. പിന്നെ ഇയാളുടെ റൂമിൻ്റെ അകത്തു നിന്നുള്ള ബഹളം കേട്ട് ലോഡ്ജിലുണ്ടായ ആൾക്കാർ വന്ന് ഇയാളെ തുറന്ന് മോചിപ്പിച്ച് ഇയാളെ കൂട്ടി സ്റ്റേഷനിൽ വന്നു. ഗുരുവായൂർ സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു കേസ്, ഡക്കോയിറ്റിക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അന്ന് ഗുരുവായൂർ CI എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ സുനീഷ് കുമാറാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ നേരെ ഗുരുവായൂർ എലൈറ്റ് ലോഡ്ജിലെത്തി സ്ഥലമൊക്കെ നോക്കി കുട്ടീനെ കണ്ടു. അപ്പോൾ കുട്ടിക്ക് ചെറിയ പരിക്കുണ്ടായിരുന്നതുകൊണ്ട് കുട്ടീനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം സാധാരണ മട്ടിൽ ഈ പറയുന്ന ഡക്കോയിറ്റ് ടീം നടത്തുന്ന ഡക്കോയിറ്റ് ടീമിനെ ചുറ്റിപ്പറ്റി മറ്റു ഗുണ്ടകളെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചാവക്കാട് മേഖല, എനിക്ക് ഗുരുവായൂരിൽ നിന്ന് 3 കിലോമീറ്ററോളം ചാവക്കാടേക്കുള്ള ദൂരം. അപ്പോൾ ചാവക്കാട് മേഖലയിൽ ഇതിനു മുമ്പ് ഇതേമാതിരത്തെ കേസുകളുണ്ടായിട്ടുണ്ട്. അവരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, അവരെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പലരും ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഗുരുവായൂരൊരു ക്ഷേത്ര മേഖല ആയതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഒരുപാട് ഭക്തരും മറ്റുമുള്ളതുകൊണ്ട് ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കാലഘട്ടത്തിലെ പോലെ അന്ന് CCTVയോ മറ്റു അത്രക്ക് പ്രചാരത്തിലായിട്ടില്ല, മൊബൈൽ ഫോൺ തന്നെ പ്രചാരത്തിലായി വരുന്നുള്ളൂ. അപ്പോൾ സാധാരണ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഇതിനിടയ്ക്ക് എൻ്റെ ഓഫീസിൽ തന്നെ കാണാൻ വരും, സാർ കേസ് വലുതായോ. അപ്പോൾ ഈ കുട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കുട്ടീനോട് ചോദിച്ചെടുക്കുമ്പോൾ കുട്ടിക്ക് സംശയം കുട്ടീൻ്റെ മൂത്ത മകനെയാണ്. മൂത്ത മകനും കുട്ടിയും തമ്മിൽ അത്രയ്ക്ക് ലോഹ്യത്തിലല്ല. അപ്പോൾ കുട്ടി കുടുംബത്തെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലില്ല, കുട്ടീൻ്റെ കാര്യം മാത്രമൊക്കെ നോക്കി നടക്കുന്ന കൂട്ടത്തിലാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മറ്റേ വീട്ടിൽ പോയാൽ എന്തെങ്കിലും പൈസ അവിടെ ഭാര്യയുടെ അടുത്ത് കൊടുക്കും, അതുകൊണ്ട് ചിലവ് ചെയ്യണം. കുട്ടി വളരെ ആർഭാടമായിട്ടിങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് കാറിലൊക്കെ യാത്ര ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടീൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു. കുട്ടീൻ്റെ മകനെ കുന്നംകുളത്ത് കൊണ്ടുവന്നു, അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. പക്ഷെ അയാൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് അയാളുടെ വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്. അയാൾക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സിൻ്റെ അടുത്ത് പ്രായം വരും, ഈ പറയുന്ന കുട്ടീൻ്റെ മകന്. കുട്ടിക്ക് ഈ സംഭവം നടക്കുമ്പോൾ ഒരു 70-72 വയസ്സ് കാണും. കുട്ടി പക്ഷേ വളരെ ദൃഢഗാത്രനാണ്, കാണാനൊക്കെ സുമുഖനാണ്, ഒരു 5 അടി 10 ഇഞ്ച് ഉയരം വരും, അതിൻ്റെ ഒത്ത ആരോഗ്യമുണ്ടില്ല, അതിനേക്കാളും തടിയുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞ കാര്യത്തിൽ മകൻ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്ന് കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വളരെ നല്ല ഭാഷയിൽ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞത്, അവനില്ലെങ്കിൽ അവൻ പറഞ്ഞു വിട്ട് ആരെങ്കിലും ആകും സാർ, അവൻ പറഞ്ഞു വിട്ട് ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം, സാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തനാണ്. അപ്പോൾ കുട്ടീൻ്റെ മകനെപ്പറ്റി എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കുട്ടിക്ക് അറിയാവുന്നതുകൊണ്ട് അയാളെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. വേറെ ഏതെങ്കിലും രീതിക്ക് കൂടുതൽ പൈസ ചിലവാക്കുന്നുണ്ടോ, എവിടെയെങ്കിലും ഗോൾഡ് ഓർണമെൻറ്റ്സ് പ്ലഡ്ജ് ചെയ്യുക മറ്റോ ചെയ്യുന്നുണ്ടോ. പിന്നെ ഇയാളുടെ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോഴും ഈ കുട്ടീൻ്റെ മകനെപ്പറ്റി വീട്ടുകാർക്കോ പരിസരവാസികൾക്കോ ഒരു മോശം അഭിപ്രായമൊന്നുമില്ല. കുട്ടി ഒരു ധാരാളിയാണ് താനും. അപ്പോൾ കുട്ടി അടക്കം വന്നിരിക്കുമ്പോൾ ഞാൻ കുട്ടി മിക്ക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടി വരും, സാർ കേസ് എന്തായി. അപ്പോൾ ഞാൻ പറയും, കുട്ടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, അത് കിട്ടും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാവും കിട്ടേ.
ചിലപ്പോൾ ഈ പറഞ്ഞ കൂട്ടർ വേറെ എവിടെയെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ പിടിക്കപ്പെടും. ഇതുവരെ നമ്മൾക്ക് ഒരു രൂപയില്ല. നിങ്ങൾക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഈ വന്ന ആളുകളെപ്പറ്റി ഏകദേശം ഒരു രൂപം തരാനും കഴിയുന്നില്ല. അപ്പോൾ കുട്ടീനോട് തമാശയൊക്കെ പറഞ്ഞു, കുട്ടി ഞങ്ങളുടെയൊക്കെ കൈ നോക്കി ബലം പറയുന്നതല്ലേ, ഞങ്ങളുടെ ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ പറയുന്നതല്ലേ. അപ്പോൾ കുട്ടി ഇദ്ദേഹത്തിൻ്റെ കൈ സ്വയം നോക്കിയെങ്കിൽ ഇതൊന്നും അറിയാമായിരുന്നില്ലേ, ഒരു സാമ്പത്തിക നഷ്ടം, ആഭരണ നഷ്ടം ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നില്ലേ. അപ്പോൾ കുട്ടി ഇങ്ങനെ ചിരിക്കും, സാർ ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നോക്കാറ്, പക്ഷേ വളരെ രസികനാണ്, നല്ല ഇതിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ കൂലങ്കോഷമായി നടത്തിയെങ്കിലും എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിനിടയ്ക്ക് ഞാനവിടുന്ന് 2005 മെയ്യിലാണ് ഈ സംഭവം, 7 മറ്റാണ്. 2006 ആദ്യം, 2005 അവസാനം ഞാൻ ആലുവയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയി. അതിനിടയ്ക്ക് കുട്ടി എറണാകുളത്തേക്ക് പോകുമ്പോൾ ആലുവയിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ ഒരിക്കൽ സംസാരിച്ചു. വളരെ ലോഹ്യ നിലക്കാണ്. അപ്പോൾ കേസ് ഞാൻ പറഞ്ഞു, കുട്ടി ഞാൻ ഇവിടെയാണെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി നോക്കാം, ഇല്ല എൻ്റെ അടുത്ത് പറഞ്ഞോ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ 2010 തോന്നുന്നു, ഈ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു CA ഉണ്ട്, ടൗൺ ഈസ്റ്റ് CA ആയിരുന്നു. അപ്പോൾ ഷാഹുലും പാർട്ടിക്ക് കൂടി റോബറി കേസ് അന്വേഷിക്കുമ്പോൾ, ഒരു പിടിച്ചുപറി കേസ് അന്വേഷിക്കുമ്പോൾ ആ കേസിൽ അറസ്റ്റ് ചെയ്തൊരു പ്രതിയുണ്ട്, നൂറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളുടെ വീട് നിൽക്കുന്ന ചേർപ്പ് ഭാഗത്താണ്, മറ്റാണ് ചേർപ്പ് പൂരം ഭാഗത്താണ്. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഈ കേസ് കൂടി അഡ്മിറ്റ് ചെയ്തു. ഈ പറയുന്ന കുട്ടീൻ്റെ കേസ് ചെയ്തത് ഈ പറയുന്ന നൂറുദ്ദീൻ, മറ്റൊരു ജോഷിദാസ്, വേറെ ഒരു 6 പേര് കൂടിയാണ് എന്നുള്ള മട്ടിൽ അയാൾ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കേസിൽ നൂറുദ്ദീനെയും വേറെ ഒരു മനോജ് എന്ന് പറഞ്ഞ ഒരാളെയും മറ്റ് 2 പേരെയും കൂടി അറസ്റ്റ് ചെയ്ത് പാർഷ്യലായിട്ട് കുറച്ച് പ്രോപ്പർട്ടിക്ക് അവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു, ഒരു വിറ്റ പ്രോപ്പർട്ടി. പക്ഷേ അതിൽ പ്രമുഖനായ ഒരു ജോഷിദാസ് മറ്റുള്ളവരൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രസകരമായ വസ്തുത, ഈ ജോഷിദാസ് 2006 വൈത്തിരിയിലൊരു ജംഗിൾ റിസോർട്ടുണ്ട്. വൈത്തിരിയിലുള്ള ജംഗിൾ റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ അബ്ദുൾ കരീമിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ്. അതായത് അബ്ദുൾ കരീമിനെയും അവിടെ അബ്ദുൾ കരീമിൻ്റെ കൂടെ ജോലിക്കുണ്ടായിരുന്ന അബ്ദുൾ കരീമിൻ്റെ ജോലിക്കാരനും കൂടി ഒരു കാറിൽ തട്ടിക്കൊണ്ടു വന്നിട്ട് അബ്ദുൾ കരീമിനെ ദേഹോദരം ഏൽപ്പിച്ച് താമരശ്ശേരി ചുരത്തിൽ തള്ളുകയും മറ്റൊരാളെ പറഞ്ഞുവിടുകയും ചെയ്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കരീം മരണപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ തിരുവനന്തപുരത്തുള്ള ഒരു ട്രാവൽസ് ഉണ്ട്, അതിൻ്റെ ഉടമസ്ഥനും ഈ അബ്ദുൾ കരീമും തമ്മിലുള്ളൊരു വിരോധമാണ്, ഒരു സാമ്പത്തിക തർക്കമാണ്. അപ്പോൾ ആ കേസിൽ ജോഷിദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു, ആ കേസിലേക്ക് റിമാൻഡ് ചെയ്തു. പക്ഷേ ആ കേസിൽ ജോഷിദാസ് 2007 ജാമ്യത്തിൽ പോയി. പക്ഷെ അന്നും ഈ ജോഷിദാസ് പോലീസ് ചോദിച്ചപ്പോൾ ഈ ഗുരുവായൂർ എലൈറ്റ് ലോഡ്ജിൽ TMR കുട്ടിയെ ദേഹോദരം ഏൽപ്പിച്ച് കവർച്ച നടന്ന കാര്യം പറഞ്ഞിരുന്നില്ല, അതാണ് ഗോപ്യമായിട്ട് വെച്ചിരുന്നു. പക്ഷെ 2007 ജാമ്യത്തിൽ പോയ ജോഷിദാസ് പിന്നെ ഒടുവിൽ പോയി. അപ്പോൾ ഈ ജോഷിദാസ് ഇത് കൂടാണ്ട് ഒരു 7 കേസിൽ പ്രതിയാണ്, എല്ലാം പിടിച്ചോറി കേസാണ്. പിടിച്ചോറി എന്ന് പറഞ്ഞാൽ കുഴൽപ്പണം കൊണ്ടുവരുന്നവരെ തടഞ്ഞു നിർത്തി പൈസ തട്ടിക്കൊണ്ടുപോവുക, അവരെ ബസ്സിൽ നിന്നും വലിച്ചിറക്കി പൈസ തട്ടിക്കൊണ്ടുപോവുക, അങ്ങനത്തെ ഏകദേശം എനിക്ക് തോന്നുന്നു 7 കേസിലും കൂടി 1 കോടിക്ക് മീതെ കവർച്ച നടത്തിയ കേസ് ഇയാളുടെ പേരിൽ 7 കേസിലായിട്ടുണ്ട്. 2007 ഇയാൾ ജാമ്യത്തിൽ പോയിട്ട് പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. ഇയാൾ എവിടെയാണെന്നൊരു വിവരമില്ല. ഇയാൾ പല സ്ഥലത്തായിട്ട് ഒളിവ് താമസിക്കണമെന്നറിയാം. ഇയാളുടെ വീട് പുതുക്കാടാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യയില്ല, മകനും ഇല്ല. ഇയാളുടെ അച്ഛൻ അല്ലെ അനുജനൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇയാളെപ്പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ ജോഷിദാസിനെ പറ്റി ഞാൻ ടെമ്പിൾ തെഫ്റ്റിൽ തിരിച്ചു വന്നു. 2010 ടെമ്പിൾ തെഫ്റ്റിലുണ്ട്, അതിനുശേഷം 2017 തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് അവിടെ ജയരാജ് എന്ന് പറഞ്ഞിട്ട് RK ജയരാജ് എന്ന് പറഞ്ഞൊരു SP ഉണ്ട്. അപ്പോൾ ടെമ്പിൾ തെഫ്റ്റിൻ്റെ SP ആയിട്ട് RK ജയരാജ് തൃശ്ശൂർ ഓഫീസും തിരുവനന്തപുരത്തുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ടെമ്പിൾ തെഫ്റ്റിലുള്ളവർക്ക് വരുന്നുണ്ട്. അപ്പം ഒന്ന് ശ്രീ KJ ചാക്കോ അവിടെ RK ജയരാജിൻ്റെ കൂടെയുണ്ട്. മറ്റുള്ള പോലീസുകാരും അന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഈ പറയുന്ന ജയരാജിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ടീം വർക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ കൊടുങ്ങല്ലൂർ താമസമുണ്ട്, ഇല്ല മറ്റുള്ള സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല.
അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പോലീസ് ഇയാളുടെ ബാങ്ക്, ഇയാളുടെ ഭാര്യയ്ക്കുള്ള അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ, ടെലിഫോൺ ഏതെങ്കിലും വരുന്നുണ്ടോ ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും വിവരമൊന്നും കിട്ടിയില്ല. ഇതിനിടയ്ക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഇയാൾ ബോംബെയിൽ താനെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിൻ്റെ ആ ജില്ലയിൽ, താനെ ജില്ലയിലൊരു സ്ഥലത്ത് ഇയാളും ഭാര്യയും കൂടി വാടകയ്ക്ക് താമസിക്കുന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പാർട്ടിയും ചാക്കോയും പാർട്ടിയൊക്കെ കൂടി നേരെ ബോംബെക്ക് പുറപ്പെട്ടു. ബോംബെയിലെത്തി അവിടുത്തെ മലയാളി സമാജവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇയാളെപ്പറ്റി ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ഇയാളുടെ രൂപവും ഭാവമൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു നമ്മുടെ വാഹന നിർമ്മാണ കമ്പനിയുണ്ട്. അപ്പോൾ ബോംബെയിലുള്ള വാഹന നിർമ്മാണ കമ്പനിയിൽ ജോലിയെടുക്കുന്നൊരു മലയാളിയുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് ഈ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ജോഷിദാസ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇല്ല. പക്ഷേ അവിടെ വേറൊരു പേരിൽ, ഒരു അനിൽകുമാർ എന്നോ മറ്റോ പറഞ്ഞ പേരിൽ ഒരാൾ താമസിക്കുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്. അയാൾ താമസിക്കുന്ന സ്ഥലത്താണ്. അയാൾ വളരെ ഡെയറിങ് ആയിട്ടുള്ള ആളാണ്. കാരണം ഇവർ വാഹനങ്ങൾ ബോംബെയിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് വലിയ കാരിയർ കയറ്റി, ഫ്ലീറ്റ് കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പലപ്പോഴും ഈ പറയുന്ന അവിടെയുള്ള തഗ്ഗുകളുടെ അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. വാഹനം തടുത്ത് നിർത്തി ചിലപ്പോൾ കിട്ടുന്ന പൈസ ഒക്കെ പിടിച്ച് പറിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ വാഹനം തടുത്ത് നിർത്തി വാഹനം വേറെ ഏതെങ്കിലും രീതിക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു ജോലി, ആ വാഹനങ്ങൾ ബോംബെയിൽ നിന്നും ഈ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തുള്ള പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാനുള്ള ജോലി ഈ പറയുന്ന ജോഷിദാസ് എന്ന് സംശയിക്കുന്ന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്യുന്നുണ്ടെന്നാണ് വിവരം. അപ്പോൾ ഇയാളുടെ ഫോട്ടോ കാട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഏകദേശം ഈ രൂപത്തിലുള്ള ആളാണ്. പക്ഷെ അയാളിപ്പോൾ ഈ പറയുന്ന വാഹനവുമായിട്ട് ഇവിടെ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി വരുമ്പോൾ അവിടെ ആ സാധനങ്ങളവിടെ ഇറക്കി തിരിച്ചു വരുമ്പോൾ എത്ര വന്നാലും ഒരു 8 ദിവസവും ഒക്കെ കഴിയും. അപ്പോൾ ഈ പറയുന്ന ഇവിടുന്ന് പോയ ചാക്കോയും പാർട്ടിയും കൂടി അവിടെ താമസിച്ച് ഒരു 10-12 ദിവസമായിട്ട് അവിടെ ഹാൾട്ട് ചെയ്യണം. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഈ ബോംബെയിലുള്ള വാഹന നിർമ്മാണ കമ്പനിയുടെ ഏജൻ്റ് ഉണ്ടല്ലോ, അവിടെ ജോലി എടുക്കുന്ന ആൾ, അയാൾ മലയാളി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാൾ ഇവരെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ ടീം, ചാക്കോൻ്റെ ടീമിനെ വിളിച്ച് പറഞ്ഞു, ഈ അനിൽകുമാർ എന്ന് വിളിക്കുന്ന നമ്മൾ സംശയിക്കുന്ന ജോഷിദാസ്, അയാളെപ്പറ്റി വിവരമൊന്നുമില്ല. അയാൾക്കെന്തോ അവിടെ വെച്ച് ആരായിട്ടുള്ള അറ്റാക്കിൽ പരിക്ക് പറ്റിയിട്ട് അയാൾ പോയെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവർ കോൺവോയ് മാതിരിയാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് സംശയം, ഇവിടുന്ന് പോയവർക്ക് സംശയം ഈ പറയുന്ന ഏജൻറ്റിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ, അല്ലെ വേറെ ഏതെങ്കിലും രീതിക്ക് ഏജൻറ്റിനെ കണക്ട് ചെയ്ത മലയാളി സമാജത്തിൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ അവർ വഴി എന്തെങ്കിലും ഇൻഫർമേഷൻ ലീക്കൗട്ടായോ. ഇവർ പിന്നെ കിട്ടാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്നു വെച്ചിട്ട് അന്ന് ഇവർ ഇവൻ്റെ നമ്പർ കളക്ട് ചെയ്തിരുന്നു. ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ ഈ ജോഷിദാസിൻ്റെ നമ്പർ ഇവർ കളക്ട് ചെയ്തിരുന്നു. അതിൻ്റെ ടവറും ഇവൻ്റെ ലൊക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഈ പറഞ്ഞ ഇരിങ്ങാലക്കുട കാണിക്കുന്നു. അപ്പോൾ ഇവർ ഇരിങ്ങാലക്കുട മുഴുവൻ അന്വേഷിച്ച് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ വേണ്ടി പുതുക്കാട് ഇവൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഇവൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നു. അതായത് ഇവൻ ബോംബെയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ കൂടി അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ വീട് പറഞ്ഞ് അനുജനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ ഈ മച്ചിൻ്റെ മേലെ ഉണ്ടായിരുന്നു. ഇവരെ കണ്ട ഇവൻ അതിൻ്റെ മേലെ കൂടി പുറത്ത് ചാടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, കിട്ടിയില്ല. ഇവരിവനെ ചേസ് ചെയ്ത്, കാരണം ഇവൻ്റെ നമ്പർ നമ്മളുടെ കയ്യിലുണ്ടെന്നുള്ള ധാരണ ഇവന് പോയിട്ടില്ല. ഇവരും പുറകെ ചേസ് ചെയ്ത് ഇവന് കോയമ്പത്തൂർ വെച്ചിട്ട് ഇവൻ കോയമ്പത്തൂർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ടീം പോയി കോയമ്പത്തൂരിൽ നിന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. നമ്മുടെ പ്രൊഫസർ TMR കുട്ടീനെ എൻ്റെ ആഭരണവും മറ്റും മോഷ്ടിച്ച കേസിലൊക്കെ അറസ്റ്റ് കാട്ടി ഗുരുവായൂർ. പിന്നീട് വയനാട് റിസോർട്ട് എൻ്റെ ഉടമസ്ഥൻ അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയ കേസിലൊക്കെ അവർ കസ്റ്റഡി മേടിച്ചു. അപ്പോൾ ആ കേസിൽ 2 കേസിലേക്ക് ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. മറ്റേ വയനാട് റിസോർട്ടിൻ്റെ കേസിൽ, അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇവനെ ഏകദേശം എല്ലാം കൂടി ലൈഫ് ഉൾപ്പെടെ ഏകദേശം 20 കൊല്ലത്തിനടക്ക് ശിക്ഷിച്ചു. അതിൻ്റെ ശിക്ഷയിൽ ആയിരുന്നു ഇവൻ. കുട്ടീൻ്റെ കേസിലും ഇവനെ കൺവിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവൻ വളരെ മിടുക്കനായ, സമർത്ഥനായ, നല്ല ആരോഗ്യമുള്ള ഒരുത്തനാണ്. ഇവൻ്റെ കൂട്ടുകാരൻ, ഇല്ലെങ്കിൽ ഇവൻ്റെ, നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയുകയാണെങ്കിലും ഇവൻ്റെ ഗുരു എന്ന് പറയുന്നത് തൃശ്ശൂർ ഒരു കോടാലി ശ്രീധരനുണ്ട്. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പിടിച്ചുപറിക്കാരൻ ഗുണ്ടയും
കോടിക്കണക്കിന് രൂപ പിടിച്ചു വരിച്ചുണ്ടാക്കിയ ഒരാളാണ് കോടാലി ശ്രീധരൻ. അയാളുടെ ശിഷ്യനായിട്ടുള്ള ഇവനിപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2016 ഈ കോതമംഗലം ഭാഗത്തു നിന്നും ഒരു ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു പരാതി കോതമംഗലം സ്റ്റേഷനിൽ കിട്ടി. അപ്പം അന്ന് അവിടെ സെക്കൻഡ് ഇൻസ്പെക്ടർ മിസ്റ്റർ ഷാജനാണെന്നാണ് ഓർമ്മ. അപ്പോൾ ഷാജൻ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് കേസ് രജിസ്റ്റർ ചെയ്യണം, ഇനി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കണ്ടതിൽ കേസ് എടുക്കുക, അന്വേഷിക്കുക. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നിട്ട് ആ വീടിനുള്ളിൽ നിന്നാണ് ഇയാൾ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മോട്ടീവ് എന്താണ്, എന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാളുടെ അച്ഛനെ അന്വേഷിച്ച് വന്നവരാണ്. ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ആൺകുട്ടീൻ്റെ പയ്യൻ്റെ അച്ഛനെ അന്വേഷിച്ച് വന്നവരാണ്. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായൊക്കെ ഒരു 10-25 വയസ്സ്, 2016 കാണും. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ്റെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞാൽ അച്ഛൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കേസ് എടുക്കുക, കേസ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് അന്വേഷിക്കുക. ഈ പയ്യൻ്റെ അടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ടവറൊന്ന് നോക്കാം. ഇനി അവിടെ ആ പ്രദേശത്ത് വന്നവരുടെ ഡമ്പൊന്നും എടുക്കണം. ഡമ്പെന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈൽ ടവറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത കോള്. പക്ഷെ അവിടെ വന്നവരുടെ ഇതറിയില്ലെങ്കിലേ. അപ്പോൾ ഷാജൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് കൊണ്ട് തട്ടിക്കൊണ്ടുപോകപ്പെട്ട അതിൻ്റെ പിറ്റേ ദിവസവും ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ചെക്കൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു. അവർ പരാതിയായിട്ട് വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് ഊർജിതമാക്കണം, മകൻ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ എനിക്കൊണ്ട് അവരുടെ കൂടെ അവരുടെ മകളും ഉണ്ട്. അപ്പം അവരുടെ മകളൊന്ന് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നു എനിക്ക്. ഇല്ല LLB ഫൈനൽ ഇയർ ആണോ സംശയം. അപ്പോൾ ആ കുട്ടി വേണ്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരും ഇത് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ഒരു മോട്ടീവ് വേണ്ടെങ്കിൽ ഈ മകനെ തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു കാരണം വേണ്ടേ. അപ്പോൾ ഇവർ പറഞ്ഞ് പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല സാർ, ഞങ്ങൾക്കറിയില്ല, മകനായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നറിയില്ല. അപ്പം മകനെന്താ ജോലി? അല്ല മകന് ജോലിയൊന്നുമില്ല, വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോൾ ശ്രീധരൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശരിക്കുള്ള വീട് എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ശരിക്കുള്ള വീട് ഈ പറയുന്ന കുടയരക്കടുത്താണ്. അപ്പോൾ അവർ ഈ പറയുന്ന കോതമംഗലത്ത് വന്ന് താമസിച്ചിട്ട് ഒരു 1.5 വർഷമായിട്ടില്ല, അതിൻ്റെ താഴെയായിട്ടുള്ളൂ. ഏകദേശം ഒരു 2 ഏക്കറിൻ്റെ താഴെയുള്ള ഭൂമി മേടിച്ച് എനിക്കൊണ്ട് 1.25 കോടി രൂപക്കാണ് മേടിച്ചതെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. നമുക്കറിയാം ചിലപ്പോൾ പേപ്പറിൽ കാണിച്ചതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്തായിരിക്കും മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു MLAൻ്റെ ബന്ധുവിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവർ മേടിച്ചിരിക്കുന്നത്. ആ സ്ഥലമൊക്കെ മേടിച്ചാണ് താമസിക്കുന്നത് അവിടെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു എന്താ നിങ്ങൾ കൊടകരയെന്ന് വരാൻ കാരണം. ഞാൻ പറഞ്ഞു ഇല്ല കൊടകര ഉണ്ടായ ഭൂമി ഞങ്ങൾ കൊടുത്തതാണ്, അതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യപ്പെട്ട ഭൂമി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കോടാലി ശ്രീധരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, വേണമെങ്കിൽ പറയാം, ഒരു അറിയപ്പെടുന്ന ഗുണ്ട, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പിടിച്ചുപറിക്കാരൻ്റെ ഭാര്യയും മകളുമാണത്. അപ്പോൾ അങ്ങനെ കോടാലി ശ്രീധരൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല കോടാലി ശ്രീധരനെ നോക്കി വന്ന ടീം കോടാലി ശ്രീധരനെ കിട്ടാത്തത് കൊണ്ട് മകനെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ കോടാലി ശ്രീധരൻ ആരെങ്കിലും പൈസ കൂടുതലുമായിട്ട് ഇയാൾ കുഴൽപ്പണം തട്ടിപ്പറിക്കുന്ന കൂട്ടത്തിലാണ്, തട്ടിപ്പറിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കോടാലി ശ്രീധരനെ പറ്റി നേരത്തെ ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോൾ ഇയാളെപ്പറ്റി എനിക്കറിയാൻ കേട്ടിട്ടുണ്ട്. ഇയാൾ ചങ്ങരംകുളത്ത് വെച്ചിട്ട് ഇയാൾ പറഞ്ഞു വിട്ടൊരു ടീം, ഈ കള്ളിയത്ത് സ്റ്റീൽസ് എന്ന് പറഞ്ഞിട്ടൊരു അവരൊരു കളക്ഷൻ ഏജൻറ്റ് ഷിഹാബ്. അപ്പോൾ അയാളൊരു കാറിന്, ഓൾട്ടോ കാറിനെ മറ്റേ വരുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായ കളക്ഷൻ കിട്ടിയ പൈസ ഏകദേശം എനിക്കൊണ്ട് 20 ലക്ഷത്തിലധികം കാണും. അത് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇയാൾ അറ്റാക്ക് ചെയ്യും. ഈ പയ്യൻ, ഈ ഷിഹാബ് എന്ന് പറഞ്ഞവൻ ആ പൈസയായിട്ട് ഓടി ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ പോയി അവിടെ ഇട്ട് അവൻ അറ്റാക്ക് ചെയ്ത് മരിച്ചുപോയ കേസുണ്ട്. അപ്പോൾ അന്ന് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് DSP ആണെന്ന് തോന്നുന്നു, തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് DSP ആണ്. അപ്പോൾ അന്ന് തൃശ്ശൂർ SP ശ്രീ T. ചന്ദ്രൻ സാറാണ്. ഈ മലപ്പുറം SP പറഞ്ഞ സമയത്ത് ലീവിലായതുകൊണ്ട് മലപ്പുറത്തിൻ്റെ അഡീഷണൽ ചാർജും കൂടി ഈ ചന്ദ്രൻ സാറിനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊരു മാഡറിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ SP നേരെ മലപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് DSP എന്നെയും കൂടി, അപ്പോൾ ഞാനും കൂടി മലപ്പുറത്ത് പോയി സ്ഥലമൊക്കെ പരിശോധിച്ചു. അപ്പോൾ എൻ്റെ മറ്റുള്ള ഫോർമാലിറ്റീസ് അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കളക്ട് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇത് ഈ ശ്രീധരൻ്റെ ടീം ചിതറലാണ്. തൃശ്ശൂരിൽ നിന്ന് പോയിട്ടുള്ള ഇരിങ്ങാലക്കുടയുള്ള ആൾക്കാർ
മറ്റുള്ളവരൊക്കെ കൂടി 5-6 പേര് കൂടി പൈസ തട്ടിപ്പറിക്കാൻ വേണ്ടി ചെയ്ത കൃത്യമാണ്. കേരളത്തിൻ്റെ ബോർഡറായിട്ട് അപ്പുറത്ത് ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ നിലമ്പൂർ വഴിക്ക് പോവാം, നമുക്കത് കോഴിക്കോട് ബത്തേരി വഴി പോവാം. അപ്പോൾ അവിടെ വെച്ചിട്ട് മലപ്പുറം ടീമിൻ്റെ ഒരു 3 കോടി രൂപ തട്ടിപ്പറിച്ച കേസിൽ ശ്രീധരൻ പ്രതിയാണ്. പക്ഷെ അന്ന് ശ്രീധരനെ കിട്ടിയിരുന്നില്ല. അതുപോലെ തൂത്തുക്കുടി വെച്ചിട്ടൊരു 4 കോടി രൂപ തട്ടിപ്പറിച്ച കേസിലും നമ്മുടെ ശ്രീധരൻ പ്രതിയാണ്. അപ്പോൾ ശ്രീധരൻ മലപ്പുറം ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുണ്ടായ 2 മർഡർ കേസിൽ ഷിഹാബിനെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയാണ്. അപ്പോൾ ശ്രീധരന് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 2004-03 മറ്റോ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ മണിയൻ എന്ന് പറഞ്ഞൊരു സി ഉണ്ടായിരുന്നു. മണിയൻ പിടിച്ചപ്പോഴാണ് ഇയാളെ ചോദ്യം ചെയ്തത്. ശ്രീധരൻ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് വളരെ നല്ല അടുപ്പമാണ്. രാഷ്ട്രീയക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡൊണേഷൻ കൊടുക്കും, സംഭാവന കൊടുക്കും. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചാലും അവർക്ക് അത്യാവശ്യം സംഭാവന കൊടുക്കും. ഇതൊക്കെ ശ്രീധരൻ ഒരു തമാശ രൂപേണ പറഞ്ഞാൽ വളരെ നേരേവ എന്ന് പറഞ്ഞ കള്ളനായതുകൊണ്ട് ആര് ചോദിച്ചാലും ശ്രീധരൻ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുകയും ചെയ്യും. അപ്പോൾ അന്ന് ഈ മണിയൻ ഈ പറയുന്ന ശ്രീധരനെ പിടിച്ച് ചോദ്യം ചെയ്തിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു വിൻസെൻ്റ് എംബോൾ സാറായിരുന്നു അന്ന് IG ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ ശ്രീധരനെ ഒന്ന് ചോദ്യം ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സിയോമോട്ടോ കുറേ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അതിൽ ചില കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് തന്നിരുന്നു. പക്ഷെ പല കേസിലും ഈ എവിഡൻസ് ഒന്നുമില്ല, ഈ പറഞ്ഞ മൊഴിയല്ലാണ്ട് വേറെ എവിഡൻസ് ഒന്നും കിട്ടാനുണ്ടായില്ല. ഈ ശ്രീധരൻ കൂടുതലും തട്ടിപ്പറിക്കുന്നത് കുഴൽപ്പണമായിട്ട് വരുന്ന പൈസയാണ്, ട്യൂബ് മണി നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇത് അക്കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പോൾ 4 കോടി രൂപ തട്ടിപ്പറിച്ചാലും അക്കൗണ്ട് ചെയ്യുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 50 ലക്ഷം ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും. പലപ്പോഴും ഈ കുഴൽപ്പണമായിട്ട് ഇവിടെ എത്തുന്നത് നമ്മളുടെ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്, ഈ ഗൾഫിലുള്ളവർ ബാങ്ക് വഴി പണം കൊടുത്താൽ അതിൻ്റെ സോഴ്സ് മറ്റുള്ള കാര്യങ്ങളും കമ്മീഷനൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടും അവിടെ സ്വർണം മേടിക്കുന്നു. അതായത് ഗൾഫിൽ ജോലിയെടുക്കുന്നവരുടെ കയ്യിൽ നിന്നും അവർ നാട്ടിലേക്ക് അയക്കാനുള്ള പൈസ അവിടെ ആൾക്കാർ കളക്ട് ചെയ്യുന്നു. ആ പൈസക്ക് അവരവിടെ നിന്ന് ഗോൾഡ് മേടിക്കുന്നു. ആ ഗോൾഡ് അവർ ഏതെങ്കിലും വിധത്തിൽ നമ്മളിപ്പോൾ പലപ്പോഴും വായിക്കാറുണ്ട്, നെടുമ്പാശ്ശേരിയിൽ 3 കിലോ പിടിച്ചു, കരിപ്പൂർ എയർപോർട്ടിൽ 4.5 പിടിച്ചു. അപ്പോൾ അതുമാതിരി തന്നെ അവിഹിതമായിട്ട് ഇവിടെ എത്തിക്കണം, കേരളത്തിൽ എത്തിക്കണം. ഈ സ്വർണം ഇവർ വിറ്റതിന് ശേഷം അതിൻ്റെ പൈസ ഏതൊക്കെ വീട്ടിലെത്തിക്കണോ അവിടെ എത്തിക്കുന്നു. അത് ഏജൻറ്റ് വഴിയാണ് എത്തിക്കുന്നത്. അതിനവർക്ക് കാരിയേഴ്സ് ഉണ്ട്. ആ പണമാണ് പലപ്പോഴും ശ്രീധരൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ കള്ളിയത്ത് സ്റ്റീൽസിൻ്റെ പൈസ, ഷിഹാബിനെ കൊലപ്പെടുത്തി ചങ്ങരംകുളത്ത് കവർ ചെയ്ത കള്ളിയത്ത് സ്റ്റീൽസിൻ്റെ പൈസ, അത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് മണിയാണ്. അയാൾ സാധനങ്ങൾ കൊടുത്തതിൻ്റെ പൈസ കളക്ട് ചെയ്ത് ആ കടകളിൽ നിന്നും കളക്ട് ചെയ്ത് വരുന്ന വഴിയാണ് കൊലപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ പറയുന്ന അൺഅക്കൗണ്ടഡ് മണി എടുക്കുകയും പിന്നീട് വരുമ്പോൾ അക്കൗണ്ടഡ് മണി ആയാലും ശരി, അക്കൗണ്ടിലുള്ള മറ്റുള്ള കാര്യങ്ങളായാലും ശരി, ന്യായമായ രീതിക്ക് സമ്പാദിക്കുന്ന പൈസയും ആഭരണങ്ങളൊക്കെ കവർ ചെയ്യാൻ മടിയില്ലാത്ത മട്ടിലേക്ക് ഇവർ മാറുന്നു. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഈ ശ്രീധരൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രീധരൻ ഈ കേസിൽ പങ്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നമുക്കിതിനെപ്പറ്റി അന്വേഷിക്കാം. അപ്പോൾ ഇതിന് ഇടയ്ക്ക് എന്നെ ഒരു അഡ്വക്കേറ്റ് വിളിച്ചു. അദ്ദേഹം മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ശ്രീധരൻ്റെ പേരിലൊരു കേസ് എടുക്കണം, ശ്രീധരൻ കുറച്ച് പൈസ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ് പോയിരിക്കുക? അപ്പോൾ ഇവർ പറഞ്ഞു അത് പോയിരിക്കുന്നത് കേരളത്തിൻ്റെ പുറത്ത് വെച്ചാണ്. അപ്പോൾ അത് ഞങ്ങളിവിടെ ഒരു പരാതി വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് അയച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ശ്രീധരൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ കേസ് ഇവിടെ ഉണ്ട്, അപ്പോൾ മകനെ നമുക്ക് കിട്ടണം. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ശ്രീധരൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയെങ്കിലും ശ്രീധരൻ്റെ മകനെ കൊണ്ടുപോയത് മഞ്ചേരിക്കാണ്. മഞ്ചേരിയിൽ നിന്നും ഗൂഡല്ലൂർക്ക് കൊണ്ടുപോകുന്ന വഴി ഗൂഡല്ലൂർ എത്തുന്നതിന് മുമ്പ് ശ്രീധരനും ടീമും കൂടി ഈ മകനെ മോചിപ്പിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വിവരം പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസിൻ്റെ ഇതനുസരിച്ച് ശ്രീധരൻ്റെ മകൻ ഇപ്പോഴും ഈ പറയുന്ന ഏതോ ടീമിൻ്റെ കയ്യിലാണ്. അത് നിങ്ങളുടെ ടീമിൻ്റെ കയ്യിലാണെങ്കിൽ അത് മകനെ തിരിച്ചു കിട്ടണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പറയുന്ന തട്ടിക്കൊണ്ട് പോയവർ ഈ പറയുന്ന വക്കീലിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഈ സാർ എൻ്റെ അടുത്ത് വിവരം കിട്ടുന്നത്
ഇവരുടെ കയ്യിൽ നിന്നും ശ്രീധരനും കൂട്ടരും കൂടി ശ്രീധരൻ്റെ മകനെ മോചിപ്പിച്ച് കൊണ്ടുപോയതിന് ശേഷമാണ് ഇവരെൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തായാലും ശരി, മകനെ തട്ടിക്കൊണ്ടുപോയതിനോട് ഒരു കേസുണ്ട്, അതിൽ നമ്മളവരെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രതിയെ തരേ, അല്ലെങ്കിൽ ഞങ്ങളവരെ പിടിച്ചോളാം. ഏകദേശം രൂപമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരെ വണ്ടി പിടിച്ച് യൂണിറ്റി ഹോസ്പിറ്റലിൽ മിസ്സസിനെ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിലേക്ക് കയറ്റി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുന്നംകുളം DYSP ചന്ദ്രൻ സാറിൻ്റെ ഒരു ഫോൺ വന്നു. അപ്പോൾ അദ്ദേഹം റിസപ്ഷനിലേക്ക് വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ DYSP വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണി ഇവിടെ നമ്മുടെ കുന്നംകുളത്തിലൊരു ബാർ ഹോട്ടലുണ്ട്, അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഉണ്ണി എന്നാണ്, അങ്ങനെ കൊല്ലത്തുകാരനാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് കുറച്ച് പൈസ, ഒരു 1,89,000 രൂപ ഓളം മിസ്സായിട്ടുണ്ട്, കാണുന്നില്ല.